പുതിയ ഗവർണർക്ക് പ്രവർത്തിക്കാൻ തിട്ടൂരവുമായി CPM സെക്രട്ടറി ഗോവിന്ദ മാഷ്. പുതിയ ഗവർണർ സർക്കാരിനോടൊപ്പം യോജിച്ച് ഭരണഘടനാപരമായി പ്രവർത്തിക്കണം. ഇവിടെ മാഷ് തിട്ടൂരം വന്നു കേട്ടോ, ഗവർണർ എങ്ങനെ പ്രവർത്തിക്കണം എന്ന്. ഇനിയിപ്പോ പാർട്ടി സെക്രട്ടറിയുടെ നിയന്ത്രണ രേഖയിൽ നിന്നും പുതിയ ഗവർണർ വ്യതിചലിക്കുമോ എന്ന് നോക്കാം. പുതിയ ഗവർണർക്ക് സർക്കാരിനോടൊപ്പം ഭരണഘടനാപരമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പറയുന്നത്. കേരളത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രപതിയുടെ ഉത്തരവ് വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും BJP കേന്ദ്ര നേതൃത്വമായും അടുത്ത ബന്ധമുള്ള ആർലേക്കർ കറകളഞ്ഞ ഒരു RSSകാരനാണ്. ഗോവയിൽ നീണ്ടകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അദ്ദേഹം 1989 മുതലാണ് BJPയിൽ സജീവമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. ഗോവയിൽ BJPയുടെ ജനറൽ സെക്രട്ടറി, ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ SC ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ, BJP സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി പിണറായി സർക്കാർ തുറന്ന യുദ്ധത്തിലായി. BJPക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ കറകളഞ്ഞ ഒരു RSS നേതാവിനെ തന്നെ കേരളത്തിലെ ഗവർണർ കസേരയിൽ കൊണ്ട് എത്തിക്കുമ്പോൾ അതിന് പിന്നിൽ BJPയുടെ തന്ത്രപരമായ ഒരു നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. CPMന് ഈ ഒരു ആശ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഗോവിന്ദ മാഷ് ഇങ്ങനെ ഒരു വെടി പൊട്ടിച്ചത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സർക്കാർ പാസാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിന് ആവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഗവർണറെയാണ് കേരളം കണ്ടിട്ടുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തനായിരുന്നു നിലവിലുള്ള ഗവർണർ. അത് മാറി ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ നിർവഹണ ഉത്തരവാദിത്തം നിർവഹിച്ചു പോരുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തണം എന്ന് ഗോവിന്ദ മാഷ് എടുത്തു പറഞ്ഞു. നിയമസഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകാതിരിക്കുക, സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുക തുടങ്ങി ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള സമീപനമാണ് ഈ മുൻ ഗവർണർ ചെയ്തുകൊണ്ടിരുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണ്. വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണർ എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഇടത് സർക്കാരിനോട് തെറ്റി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഗവർണറുടെ വീരേതിഹാസമായി പലരും കാണുന്നത്. ഇത് അങ്ങേയറ്റം ജനവിരുദ്ധ സമീപനമാണ്. പുതിയ ഗവർണറെ BJPയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. പരമ്പരാഗത RSS BJP സംവിധാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്ന ഗവർണറെ പറ്റി മുൻകൂട്ടി ഞാൻ എന്തു പറയാനാണ്? RSSകാരനായതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ പാത പിന്തുടർന്ന് സർക്കാരുമായി യുദ്ധം പ്രഖ്യാപിക്കുമോ എന്ന ആശങ്കയിലായിരിക്കും ഗോവിന്ദൻ ഈ തിട്ടൂരം പുറപ്പെടുവിച്ചത്. എന്തായാലും ഒരു ശീതസമരത്തിന്റെ കളം ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്.